കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ, ദൈവവചനം പങ്കുവയ്ക്കുവാൻ, ധ്യാനിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ അസുലഭ നിമിഷത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എത്രയോ പ്രിയപ്പെട്ടവർ തങ്ങളുടെ രോഗക്കിടക്കുകളിൽ ആണ്ടുപോയി. കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യം തന്ന് ഇന്നും ഈ ഭൂമുഖത്ത് ആരോഗ്യത്തോടെ ഇരിപ്പാൻ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് തിരുവചനം കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോ പുലർകാലങ്ങളും ദൈവവചനവുമായിട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമാണ്, എത്ര അനുഗ്രഹമാണ്. അതുകൊണ്ട് വചനത്തിലേക്ക് വരാം. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ ദിവസങ്ങളിൽ നാം എന്താണ് ചിന്തിക്കുന്നത്? ദൈവരാജ്യം അവകാശം ആക്കാത്തവർ. കഴിഞ്ഞ 11 എപ്പിസോഡുകളായി നാം തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ 12ാമത്തെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ദൈവരാജ്യം അവകാശം ആക്കാത്തവർ എന്ന വിഷയത്തിന്റെ 12ാമത്തെ ഭാഗം. ഇന്ന് ഭിന്നത എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭിന്നത. ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക അഭിപ്രായത്തിലും ഏക മനസ്സിലും യോജിച്ചിരിക്കുകയും വേണമെന്നും ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഒരിക്കലൂടെ വാക്യം വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്നും ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചിന്തയിൽ വിഷമുള്ള ജീവിയാണ് മനുഷ്യൻ. ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? ചിന്തയിൽ വിഷമുള്ള ജീവിയാണ് മനുഷ്യൻ. നിഗളവും ആർത്തിയും മോഹങ്ങളും ഒക്കെയാണ് മിക്കപ്പോഴും അവനെ നിയന്ത്രിക്കുന്നത്. 70 വർഷം ഏറിയാൽ 80 വർഷം മാത്രം ഈ ഭൂമിയുടെ പരപ്പിൽ പാർക്കുന്ന മനുഷ്യൻ 700 വർഷങ്ങൾക്കും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതും പ്രവർത്തിച്ച് കൂട്ടുന്നതും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80. ഇന്ന് അതൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ മനുഷ്യരിലും 2 സ്വഭാവമുണ്ട്. എന്തൊക്കെയാണത്? 1 ജഡസ്വഭാവവും, 2 ആത്മസ്വഭാവവും. ഇവ രണ്ടും എപ്പോഴും ആധിപത്യത്തിന് വേണ്ടി മത്സരിക്കും. തിരുവചനം പറയുന്നത് ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ജഡീക മനുഷ്യനെ നാം കൂടുതൽ പരിപോഷിപ്പിച്ചാൽ ആത്മസ്വഭാവം പരാജയപ്പെടും. ആത്മായ മനുഷ്യനെ നാം പരിപോഷിപ്പിച്ചാൽ ജഡമനുഷ്യൻ പരാജയപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ജഡീക മനുഷ്യൻ ധാരാളം വളർന്ന് പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മസ്വഭാവം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു തലമുറ. ആ തലമുറയിൽ നമ്മൾ ജീവിക്കുന്നു. ഇന്ന് മനുഷ്യ സമൂഹത്തിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന ജഡത്തിന്റെ ഒരു പ്രവൃത്തിയാണ് ഭിന്നത. മനുഷ്യ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ജഡത്തിന്റെ ഒരു പ്രവൃത്തിയാണ് ഭിന്നത. സമൂഹത്തിലെ എല്ലാ മേഖലകളെയും ഈ പാപം ഇന്ന് ഗ്രസിച്ചിരിക്കുന്നു. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഭിന്നതയാണ്. ശരിയല്ലേ? രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് നോക്കിക്കേ, അഭിപ്രായ ഐക്യമുണ്ടോ? ഇല്ല, ഭിന്നതയാണ്. മത നേതൃത്വങ്ങളിലേക്ക് നോക്കിക്കേ, ഭിന്നതയാണ്. വ്യക്തികളിലേക്ക് നോക്കിക്കേ, വ്യക്തികൾ തമ്മിൽ ഭിന്നതയാണ്. കുടുംബങ്ങളിലേക്ക് നോക്കിക്കേ, കുടുംബ അംഗങ്ങൾ തമ്മിൽ ഭിന്നതയാണ്. എന്തിന്? ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നവർ ആരാധിക്കുന്ന സഭകളിലേക്ക് നോക്കിക്കേ, അവിടെയും ഭിന്നതയാണ്. എന്ന് പറഞ്ഞാൽ എവിടെയും ഇന്ന് ഭിന്നത കളിയാടുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഒരുപോലെ ഗ്രസിച്ചിരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തിയാണ് ഭിന്നത. ഞാൻ വായിച്ചിട്ടുള്ള ഒരു കവിത ഇങ്ങനെയാണ്: നിലകൊൾവോ മർത്യ സമുദായ ഹർമ്മ്യം, ശിലകളൊക്കെയും ഇളകി വെവ്വേറെ, അവയിൽ ഓരോന്നും അയിത്തം ഭാവിച്ചു നിൽപ്പൂ തൊടാതതങ്ങളിൽ.
നല്ല വരികള്. നിലകൊള്ളൂ മർത്യ സമുദായ ഹർമ്മ്യം, ശിലകളൊക്കെയും ഇളകി വെവ്വേറെ, അവയിൽ ഓരോന്നും ഐത്തം ഭാവിച്ചു നിൽപ്പൂ തൊടാതതങ്ങളിൽ. എന്ന് മനസ്സിലായി? നിലകൊള്ളൂ എന്നുവെച്ചാൽ നിലനിൽക്കുന്നു. എന്ത്? മർത്യ സമുദായ ഹർമ്മ്യം, മനുഷ്യ സമുദായമാകുന്ന ഹർമ്മ്യം, കെട്ടിടം. അപ്പൊ മനുഷ്യ സമുദായത്തെ കവി കെട്ടിടത്തോട് ഉപമിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് നിലകൊള്ളൂ മർത്യ സമുദായ ഹർമ്മ്യം, മർത്യ സമുദായമാകുന്ന മനുഷ്യ സമുദായമാകുന്ന ഹർമ്മ്യം, കെട്ടിടം നിലനിൽക്കുന്നു. എങ്ങനെ? ശിലകളൊക്കെയും ഇളകി വെവ്വേറെ, അതിന്റെ കല്ലുകളൊക്കെ ഇളകി വേറെ വേറെ നിൽക്കുകയാണ്. എന്നിട്ടോ അവയിൽ ഓരോന്നും ഐത്തം ഭാവിച്ചു നിൽപ്പൂ തൊടാതതങ്ങളിൽ. എന്തോ മനസ്സിലായി? കവി ഇവിടെ മനുഷ്യ സമൂഹത്തെ ഒരു വലിയ കെട്ടിടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മനുഷ്യ സമുദായത്തെ ഒരു കെട്ടിടത്തോട് ഉപമിച്ചാൽ ആ കെട്ടിടത്തെ പണിതിരിക്കുന്ന കല്ലുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇന്ന് മനുഷ്യ സമുദായമാകുന്ന കെട്ടിടത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? മനുഷ്യ സമുദായമാകുന്ന കെട്ടിടത്തിന്റെ കല്ലുകളൊക്കെ ഇളകി വെവ്വേറെ നിൽക്കുന്നു. ഒരു കെട്ടിടം നിലനിൽക്കണമെങ്കിൽ അത് ഒരുമിച്ച് യോജിച്ച് നിൽക്കണം. ആ കല്ലുകൾ ഇളകി വെവ്വേറെ എന്നാലോ ഏത് സമയത്ത് ഇടിഞ്ഞ് താഴെ വീഴാം. അപ്പൊ അതിന്റെ കല്ലുകളൊക്കെ ഇളകി വെവ്വേറെ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം ഇന്ന് ഭിന്നത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അഭിപ്രായ ഐക്യമില്ല, പരസ്പര ധാരണയില്ല, പരസ്പര സ്നേഹമില്ല, പരസ്പര യോഗ്യതയില്ല. വീണ്ടും കവി തുടർന്ന് പറയുകയാണ്, ഒരമ്മതൻ മക്കൾ ഉലച്ച വാളുമായി പൊരുതും പോർക്കളം അവൾ തന്മാർവിടം, ഇതോ ധരിത്രിതൻ പുരോഗതി, നിങ്ങൾക്കിതോ ജനിത്രിതൻ വരിവസ്യാവിധി. ഒരമ്മതൻ മക്കൾ ഉലച്ച വാളുമായി പൊരുതും പോർക്കളം അവൾ തന്മാർവിടം. ഒരമ്മയുടെ മക്കളാകുന്ന മനുഷ്യർ എന്ത് ചെയ്യുന്നു? ഉലച്ച വാളുമായി, ഊരിപ്പിടിച്ച വാളുമായി പൊരുതും പോർക്കളം അവൾ തന്മാർവിടം. അമ്മയുടെ മാർവിടത്തിൽ ഈ ഭൂമിയെ ഒരു അമ്മയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ അമ്മയുടെ മാർവിടത്തിൽ മക്കളാകുന്ന മനുഷ്യരെല്ലാം കൂടെ ഊരിപ്പിടിച്ച വാളുമായിട്ട് പരസ്പരം പോരടിക്കുകയാണ്. എന്നിട്ടോ ഇതോ ധരിത്രിതൻ പുരോഗതി. കവി ചോദിക്കുകയാണ്, ഇതോ ധരിത്രിതൻ, ഇതാണോ ഭൂമിയുടെ പുരോഗതി? ഇതോ ജനിത്രിതൻ വരിവസ്യാവിധി, ഇതാണോ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പൂജ? എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഒരമ്മയുടെ മക്കളാകുന്ന മനുഷ്യർ ഇന്ന് പലതിൻ്റെയും പേരിൽ തമ്മിൽ പോരടിക്കുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പലതും എത്തിപ്പിടിക്കുവാനും വെട്ടിപ്പിടിക്കുവാനുമുള്ള പോരാട്ടത്തിലാ മനുഷ്യൻ. എങ്ങനെയും മറ്റവനെ വീഴ്ത്തി ആ സ്ഥാനത്ത് കയറാമെന്ന് ചിന്തിക്കുന്നവർ, കസേര പിടിക്കുവാൻ, സ്ഥാനമാനങ്ങൾ ലഭ്യമാകുവാൻ ഒക്കെ പോരടിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ ഭിന്നത ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു തലമുറ നാം ജീവിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ളവർ മനസ്സിലാക്കാത്തൊരു പരമാർത്ഥമുണ്ട്. എന്താണ്? താൻ ഇരിക്കുന്ന കൊമ്പ് താൻ തന്നെ മുറിക്കുകയാണെന്ന പരമാർത്ഥം ഇത്തരക്കാർ തിരിച്ചറിയുന്നില്ല. തിരുവചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ചോദ്യം, ഏതു വക പ്രവർത്തിക്കുന്നവർ? ഗലാത്യർ 5:19 മുതൽ 21 വരെ. ഗലാത്യർ 5:19 മുതൽ 21 വരെ. ജഡത്തിന്റെ പ്രവൃത്തികളോ? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വറിക്കൂത്ത് എന്നിവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. പ്രിയമുള്ളവരെ, ഭിന്നത എന്ന ജഡത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാണെന്ത്? ഭിന്നത. ഈ വക പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഭിന്നതയുള്ളവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ ഈ അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷങ്ങളിലാണല്ലോ നമ്മൾ പാർക്കുന്നത്. അപ്പൊ ഈ കാലം ഭിന്നതയുടെ കാലഘട്ടമായിരിക്കുമെന്ന വചനം പറയുന്നത്. നമ്മൾ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവം നെബൂഖദ്നേസർ രാജാവിന് ഒരു വലിയ സ്വപ്നം, ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തിലൂടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കാലത്തിന്റെ അന്ത്യനിമിഷങ്ങൾ ഭിന്നതയുടെ കാലഘട്ടമായിരിക്കും. വെറുതെ അല്ല ഇത്രമാത്രം ഭിന്നത സമൂഹത്തിൽ കാണുന്നത്. അപ്പൊ എന്തായിരുന്നു ദൈവം നെബൂഖദ്നേസർ രാജാവിന് കൊടുത്ത ദർശനം? ദാനിയേൽ 2
31 മുതൽ 34 വരെ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറുമരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇത് അദ്ദേഹം കണ്ട സ്വപ്നം. ദൈവം ഒരു ദർശനം കൊടുക്കുകയാണ്. എന്താണ്? വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ഒരു ബിംബം ആ രാജാവ് ദർശനത്തിൽ കാണും. അതിന്റെ തല തങ്കം കൊണ്ടാണ്, നെഞ്ചും കൈയും വെള്ളി കൊണ്ടാണ്, വയറുവരയും താമ്രം കൊണ്ടാണ്, തുട ഇരുമ്പ് കൊണ്ടാണ്, കാൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുള്ളതായിരുന്നു. അപ്പൊ രാജാവ് അതിന്റെ സ്വപ്നമൊക്കെ മറന്നുപോയി. എന്നാൽ ദാനിയേൽ പ്രവാചകൻ ഈ ദർശനം വിവരിച്ച് അതിന്റെ അർത്ഥം രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ദാനിയേൽ 2:39 മുതൽ 44 വരെ. അവിടുത്തെ വായിക്കുന്ന ദാനിയേൽ 2:39 മുതൽ 44 വരെ. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ, തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ ഒരു രാജ്യത്വവും താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. 4-ാമത്തെ രാജ്യത്ത് ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയൊക്കെയും തകർത്ത് കളയും. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. ഇനി വീണ്ടും 43-ാമത്തെ വാക്യത്തിൽ ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ മനുഷ്യബീജത്താൽ അവർ തമ്മിൽ ഇടകലരുമെങ്കിലും അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു കാലത്ത് നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും. അപ്പൊ നോക്കിക്കേ, ഇവിടെ നെബൂഖദ്നേസർ രാജാവിന് ദൈവം കൊടുത്ത ദർശനത്തിലൂടെ BC 606 മുതൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് വരെയുള്ള ലോകത്തിന്റെ ചരിത്രം മൊത്തം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ അല്ലെങ്കിൽ ലോക ചരിത്രം പരിശോധിച്ചാൽ ലോകത്തെ ആകമാനം ഒരു കുടക്കീഴിലാക്കി ഭരിച്ച 4 സാമ്രാജ്യങ്ങൾ ഉടലെടുത്തു. ഈ രാജാവ് കണ്ട ദർശനത്തിലെ ബിംബത്തിന് 4 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരുന്നത് പോലെ 4 ലോക സാമ്രാജ്യങ്ങൾ ഉടലെടുത്തു. അല്ലെ? ദാനിയേൽ പറയുകയാണ്, തങ്കം കൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിന്റെ ബാബിലോണിയൻ സാമ്രാജ്യമാണ് ഈ തങ്കം കൊണ്ടുള്ള തല സൂചിപ്പിക്കുന്നത്. തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം, അത് വെള്ളി കൊണ്ടാണ്. അതിനേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം, ഇരുമ്പ് പോലെ ശക്തമായ 4-ാമതൊരു രാജ്യത്വം ഉത്ഭവിക്കും. 4 സാമ്രാജ്യങ്ങൾ അങ്ങനെ ഉത്ഭവിച്ചു. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ BC 606 മുതൽ 538 വരെ നെബൂഖദ്നേസർ രാജാവിന്റെ ബാബിലോണിയൻ സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു. BC 538 മുതൽ BC 331 വരെ മേദ്യ പേർഷ്യ സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു. BC 331 മുതൽ BC 168 വരെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു. BC 168 മുതൽ AD 476 വരെ ഇരുമ്പ് പോലെ ശക്തമായ റോമാ സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു. എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം. എന്നിട്ട് എന്ത് സംഭവിച്ചു? AD 476 ശേഷം എന്ന് വെച്ചാൽ റോമാ സാമ്രാജ്യം AD 476 ആയപ്പോൾ തകർന്ന് തരിപ്പണമായി ചിന്ന ഭിന്നമായി 10 പിരിഞ്ഞു. രാജാവ് കണ്ട ദർശനത്തിലെ ബിംബത്തിന്റെ കാലിൽ 10 വിരലുകൾ ഉള്ളതുപോലെ റോമാ സാമ്രാജ്യം 10 വിഭജിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, പോർച്ചുഗൽ, റഷ്യ, ഇറ്റലി, ഗ്രീസ്, ഹെറൂളി, വാൻഡൽസ്, ഓസ്ട്രോഗോത്സ്. ഞാൻ ഈ അവസാനം പറഞ്ഞ 3 ഇപ്പം നിലവിലില്ല. അത് 3 ഇല്ലാതാക്കിക്കൊണ്ട് വേറെ രാജ്യം ഉടലെടുത്തു. അത് അപ്പോപ്പിന്റെ സാമ്രാജ്യം. അപ്പൊ ഇവിടെ ബിംബത്തിന്റെ കാലിൽ 10 വിരലുകൾ ഉള്ളതുപോലെ റോമാ സാമ്രാജ്യം ചിന്ന ഭിന്നമായി 10 പിരിഞ്ഞു. എന്നിട്ട് വചനം എന്താ പറയുന്നത്? കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ. അപ്പൊ ഈ റോമാ സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, എന്താണ്? പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുള്ള 10 രാജ്യങ്ങളാണ് ഉടലെടുത്തത്. അതിന്റെ അർത്ഥം അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ വല്ല ചേർച്ചയുണ്ടോ? വചനം പറയുന്നത് അത്ര കൃത്യമാണ്. അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. ഇനി ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ മനുഷ്യബീജത്താൽ അവർ തമ്മിൽ ഇടകലരുമെങ്കിലും അവർ തമ്മിൽ ചേരുകയില്ല. പരസ്പരം വിവാഹമൊക്കെ കഴിക്കും, പക്ഷേ ഈ രാജ്യങ്ങൾ തമ്മിൽ യാതൊരു ചേർച്ചയും ഇല്ല. ഈ കാലഘട്ടത്തിലാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ രാജ്യത്തോടെ സ്ഥാപിക്കുക. അതുകൊണ്ടാ ഈ കാലഘട്ടം
യേശുക്രിസ്തുവിന്റെ വരവിന്റെ കാലഘട്ടമാണെന്ന് നമ്മൾ പറയുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഭിന്നതയുടെ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. നാം ജീവിക്കുന്ന കാലഘട്ടം ഭിന്നത ഏറ്റവും രൂക്ഷമായിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ തിരുവചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായം 10 വാക്യം. സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ തിരുവചനം നമുക്ക് നൽകുന്ന പ്രബോധനം, നാം ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കണം. വചനത്തിനനുസരിച്ചുള്ള ചിന്തയും പ്രവൃത്തിയും നമുക്ക് ഉണ്ടാകണം. എന്താ കാരണം? അല്ലെങ്കിൽ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തിയാണ് ഭിന്നത. ഇന്ന് എവിടെ നോക്കിയാലും ഭിന്നതയാ. സഭയിൽ ഭിന്നത വരുത്തുന്നവരുണ്ട്, നിസ്സാര പ്രശ്നങ്ങൾക്ക് വരെ ഭിന്നത ഉണ്ടാക്കുന്ന പുള്ളികളുണ്ട്, അല്ലേ? അപ്പൊ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഭിന്നത അതിൻ്റെ അത്യുച്ച കോടിയിൽ എത്തി നിൽക്കുന്ന അന്ത്യകാലമാണ്. ദൈവത്തെ ആരാധിക്കുന്നു അവകാശപ്പെടുന്നവരുടെ ഇടയിൽ പോലും ഭിന്നത ഇന്ന് അതിരൂക്ഷമായിരിക്കുകയാണ്. ആരുടെയെങ്കിലും വായിൽ എന്തെങ്കിലും ഒന്ന് വീഴുന്നു കേൾക്കാൻ നോക്കിയിരിക്കുക ഭിന്നത ഉണ്ടാക്കാൻ. ഭിന്നത രൂക്ഷമായിരിക്കുന്ന കാലഘട്ടം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം 17-18 വാക്കിൽ ഇങ്ങനെ വായിക്കുന്നു. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം 17-18 വാക്യങ്ങൾ. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. വചനം എന്താ പറയുന്നത്? നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. അതിന്റെ കാരണം വാക്യം 18 പറയുകയാണ്, ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് സഭയോട് പറയാ, കൊരിന്ത്യ സഭയോട് എന്താ പറയുന്നത്? നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ടാ. അതിന്റെ കാരണം എന്താ പറയുന്നത്? കൂടി വരുമ്പോൾ സഭയിൽ ഭിന്നതയാണ്. കൂടി വന്നാൽ അടിവെച്ചേ പിരിയൂ. സഭയിൽ ഭിന്നതയാണ്. എന്നാൽ സഭയിൽ ഭിന്നത വരുത്തുന്നവൻ അയ്യോ കഷ്ടമെന്ന വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരു സഭയിൽ ആരാധിക്കാൻ ഒക്കത്തില്ലെങ്കിൽ വേറെ സഭ മാറിപ്പോവും. നിങ്ങൾ ഭിന്നത ഉണ്ടാക്കരുത്. ഭിന്നത ഉണ്ടാക്കുന്നവൻ അയ്യോ കഷ്ടം. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായം 1 വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസ് 17:1. അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അപ്പൊ ദൈവമക്കളുടെ ഇടയിൽ ഭിന്നതയും ഇടർച്ചയും വരുത്തുന്നവൻ അയ്യോ കഷ്ടമെന്ന തിരുവചനം പറയുന്നത്. അപ്പൊ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് നാം ഭിന്നത സൃഷ്ടിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുന്നു, നമുക്ക് അയ്യോ കഷ്ടം. അപ്പൊ ഇവിടെ ഈ ഭിന്നത നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? ഇപ്പൊ സഭയിൽ ഒരുവൻ ഭിന്നത ഉണ്ടാക്കുന്നവനാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വചനം പറയുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം 3 അധ്യായം 10-11 വാക്യങ്ങൾ. തീത്തോസിന്റെ ലേഖനം 3 അധ്യായം 10-11 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. അപ്പൊ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞു നോക്കണം. ഒക്കത്തിലേക്ക് അവനെ മാറ്റണം. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. അപ്പൊ ഭിന്നത നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിന്റെ പ്രവൃത്തിയാണ് എന്ത്? ഭിന്നത. ഗലാത്യ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം ജഡത്തിന്റെ പ്രവൃത്തിയാണ് ഭിന്നത. അതുകൊണ്ട് പൗലോസ് പറയാണ്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. തിമോഥെയോസിനെ പൗലോസ് വിളിക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ എന്നാണ്. നീയോ അത് വിട്ടോടി. അപ്പൊ നമ്മൾ വിട്ടോടേണ്ടതുണ്ട്. അതുപോലെ തന്നെ
പിന്തുടരേണ്ടതുണ്ട്. വിട്ടോടേണ്ടതുമുണ്ട്, പിന്തുടരേണ്ടതും ഉണ്ട്. നാം ജഡത്തെയും അതിൻ്റെ പ്രവൃത്തികളെയും വിടണം. അപ്പോഴാണ് നമുക്ക് വിശുദ്ധിയുടെ നല്ല അനുഭവത്തിലേക്ക് വരാൻ സാധിക്കുക. നമുക്കറിയാം, എലീശയെ കുറിച്ച് ശൂനേംകാരത്തി പറഞ്ഞൊരു വാചകം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ നമുക്ക് വിശുദ്ധിയുടെ പ്രകടനമല്ല വേണ്ടത്, പിന്നെയോ വിശുദ്ധിയുടെ അനുഭവമാണ്. അഭിനയമല്ല, അനുഭവമാണ് വേണ്ടത്. അങ്ങനെയായാൽ മാത്രമേ നമുക്ക് ഭിന്നതയില്ലാത്തവരായിരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഭിന്നതയുള്ളവൻ ദൈവരാജ്യത്തിന്റെ പടി ചവിട്ടുകയില്ല. അതുകൊണ്ട് തിരുവചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു, സഹോദരന്മാരെ, പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1:10 സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്നും ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, സഭയിൽ ഭിന്നതയും ഇടർച്ചയും വരുത്തുന്ന വ്യക്തികളാണെങ്കിൽ തിരുവചനം പറയുന്നു, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അത് വരുത്തുന്നവന് അയ്യോ കഷ്ടം. പ്രിയമുള്ളവരെ, നാം എങ്ങനെയുള്ള വ്യക്തികളാണ്? ഇന്ന് ഭിന്നതയും ഇടർച്ചയും ഒക്കെ വരുത്തുന്നവരാണോ? അങ്ങനെ വചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അനേക സഭകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്, ഭിന്നത വരുത്തുന്നവരുണ്ട്, ഇടർച്ച ഉണ്ടാക്കുന്നവരുണ്ട്. തങ്ങളുടെ സാന്നിധ്യം കൊണ്ട്, തങ്ങളുടെ വാക്കുകൊണ്ട്, തങ്ങളുടെ സംസാരം കൊണ്ട്, തങ്ങളുടെ നോട്ടം കൊണ്ടൊക്കെ ഭിന്നത ഉണ്ടാക്കുന്നവരോട് ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ ദൈവവചനത്തിന് അനുസൃതമായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. എന്നെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നല്ല തീരുമാനങ്ങളെ എടുക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിനായിട്ട് സമർപ്പിച്ചാൽ നമ്മുടെ ഭിന്നതകളെല്ലാം മാറും. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അടിയങ്ങൾ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനത്തോടെ, നല്ല പ്രതിഷ്ഠയോടെ പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളെ അവിടുന്ന് മാനിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ആകുലതകൾ, മാനസിക സംഘർഷങ്ങൾ, ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എൻ്റെ കർത്താവ് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ. മാനവും മഹത്വം എൻ്റെ കർത്താവ് എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം, ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ. ദൈവവചനം ശരിയായിട്ട് ഗ്രഹിച്ച് ജഡത്തിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന് ഒരു സഭയുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ? സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ്? തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747097977. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 97470909
7977.